ഈ പങ്കെടുത്ത സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം. പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുത്ത തീരുമാനം എന്താ? 15 രാവിലെയും 15 വൈകുന്നേരവും അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അല്ല, നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനമാണല്ലോ. നമ്മൾ ഒരിക്കലും ആരോടും ചർച്ചയില്ലെന്നോ പിന്നെ അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. അല്ല, കോടതിയിൽ പോകണമെന്നോ അല്ല, അത് അവരെ പോട്ടേതോ? പരാതിയുള്ളവർക്ക് വേണമെങ്കിൽ കോടതി പോവാം. അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നും ഉറപ്പ് കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നുകൂടെ വ്യക്തമാക്കാം. നമ്മളൊരു ജനാധിപത്യ സംവിധാനമാണല്ലോ. ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവരുമായി ചർച്ച ചെയ്യുന്നു. നമ്മൾ പിന്നെ ഒരു കാലഘട്ടത്തിലും ലോകം അവസാനിക്കുന്നവരെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യില്ല എന്നൊരു നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ. അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ്. അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പ്രശ്നമല്ല, ഇനി വേറെ ഏതെങ്കിലും പിന്നെ പ്രശ്നം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണെങ്കിൽ ചർച്ച ചെയ്യും. ഇത് മാത്രമല്ല, ഏത് വിഷയമാണോ ചർച്ച ചെയ്യാം.